Sugar, yes please. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം ഭയങ്കര ആക്ച്വലി ഇല്ലിക്കൽ കേസാണ്. അത് ഇല്ലിക്കൽ നടക്കുന്ന റിസോർട്ടിൽ നടക്കുന്ന. അപ്പം അത് ഈ സിനിമയോളം തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സിനിമയോളം തന്നെ തരുന്ന ലഹരിയും ഒക്കെ സംഭവം അതിലും സംഭവിക്കുന്നു. രണ്ടുപേരാണ് എന്റെ ലൈഫിന് ചടാറ് പിടിച്ചത്. ഫ്രണ്ടിൽ ഇവർ രണ്ടുപേരാണ്. അതെനിക്ക് ഭയങ്കര ഒരു സൗഹൃദം കൂടിയിട്ട് നേട്ടം. അപ്പോ ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം മധുരമുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സ് നിറയും മധുര ഹരിത മഹോത്സവം ചേരണ മണിമൂടതിൽ മണിമുഖി മവസരിമയിൽ നടയുകളുടെ നടനം. ചന്ദനമണി ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗരീതി മംഗളാരതം. ഈ കൂട്ടത്തില് കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അത് ഞാൻ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് പറയണോ? ആരെങ്കിലും അറിയത്തുണ്ടോ? ഒരാഴ്ച കല്യാണം കൂടിയിട്ട് തീട് തുറന്നു നിന്റെ കല്യാണം. സേവ് ദ ഡേറ്റ്. നായിക ഒരു പാട്ട് പാടും. അതെ, തെലുങ്കില് പാട്. തെലുങ്കിലാണ്. അതെ, പഠിക്കോ. ഇല്ലെങ്കിൽ നമുക്കൊരു പാടും. രണ്ടാളും കൂടെ CBSE ഞങ്ങളുടെ കൂട്ടത്തില് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പഠിച്ചോണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിന്റെ ഇടയ്ക്കാണ് അവൻ പ്രൊമോഷൻ വന്നിട്ടുള്ളത്. ഞാൻ MBA പഠിക്കും. ഒരു മിനിറ്റ് Sugar, yes please. Won't you come and put it down on me? I'm right there. Alright, need a little sweetness in my life. Sugar, yes please. Won't you come and put it down on me? കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടിന്റെ പേരായിട്ട് എനിക്കറിയില്ല. ഹിന്ദി പാട്ട് പാടാനെങ്കിലും. അതെ, ഇനി മലയാളമായി ഹിന്ദി അനക്കെ തന്നെ പാടണം. കാരണം നമ്മൾ ഹിന്ദിയായിട്ട് ഏറ്റവും ബന്ധം. അതെ, അനക്കെ ഇപ്പോഴും LLB ഒക്കെ പഠിക്കുകയല്ലേ? അഡ്വക്കേറ്റ് അല്ലേ? അഡ്വക്കേറ്റ് അല്ലേ? കോളേജിലാണോ? പഠിക്കോ? അല്ല, റോഹനെ കൊണ്ട് പാടിക്കുന്നില്ല. അല്ല, ഞാനിത് എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ പാടിപ്പിക്കുന്ന ആള് വേണ്ടേ? ഞാൻ കുറച്ചുകൂടി സംഗീതം. അതെ റോഹ, ഈ നിങ്ങളുടെ ഈ തനിനിറം സിനിമയിലേ ഇതേപോലെ ക്യാമ്പയറും പരിപാടിയൊക്കെയാണോ? ശരിക്കും ഈ ക്യാമ്പ് ഫയറിൽ ഇരിക്കുമ്പോ തന്നെ ലൊക്കേഷനിലുള്ള ആരവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മൂവിയിലോട്ട് തന്നെയാണ് പോയത്. ഇതേ ഒരു ദുരന്തത്തില് അല്ലെങ്കിൽ ഇതേ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവം ഇതേപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ഞങ്ങള് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒത്തുകൂടിയ കുറച്ച് പേര്. പക്ഷെ എവിടേക്കും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിട്ടാണ്. ക്യാമ്പായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എനിക്കൊന്നും ലൈഫിൽ സ്കൂളിലോ കോളേജിലോ അതല്ലാതെ നടക്കുന്ന ക്യാമ്പിലോ ആരെങ്കിലും ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. എനിക്ക് നല്ലാത്ത റിലേറ്റബിൾ ആണ്.
ആണോടെ പോവാത്തോട് പറയാൻ പറ്റില്ല. സോറിടാ, ഞാൻ ചോദിക്കാൻ പാടില്ല നിന്റെ അടുത്ത്. ഈ സ്ട്രേഞ്ചേഴ്സ് ക്ലബ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ആർക്കും പരിചയം ഉണ്ടാവില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ പരിചയമില്ലായിരുന്നു. നമുക്ക് അങ്ങനെ പരസ്പരം ആർക്കും അറിഞ്ഞൂടാ. റോഹനെ നമ്മള് ഇന്റർവ്യൂ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ അറിയാം. വേറെ ആർക്കും പരസ്പരം അറിഞ്ഞൂടാ. ആക്ച്വലി സിനിമയ്ക്ക് ലൊക്കേഷനിൽ ഞങ്ങൾ വരുന്ന തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ്. ശരിക്കും ആ ക്യാമ്പിലേക്ക് വന്ന പോലെ തന്നെയായിരുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന അത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു രീതിയിലും പരിചയമില്ല, സിനിമയായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നവര്. പക്ഷെ റിയൽ ലൈഫിൽ നടന്നൊന്നും റിയൽ ലൈഫിൽ നടക്കാതിരിക്കട്ടെ. അറിയാത്ത ആൾക്കാരൊക്കെ ഒരുമിച്ച് കടന്നുറങ്ങുമ്പോഴൊക്കെ പേടിയുണ്ടോ? പ്രശ്നമാണത്. അതെ, അത് ഇപ്പൊ പരിചയം ഉണ്ടായിട്ട് വരെ കിടക്കാൻ പേടിയുണ്ട്. പിന്നല്ല അപ്പോ ഒരു പ്രശ്നങ്ങളുണ്ട്. ഓൾറെഡി കുറെ വിവാദങ്ങളൊക്കെ ഉണ്ട്, ഈ ബസ്സിലൊക്കെയുള്ള വിവാദങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതെ അതെ. അപ്പൊ നായികക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടോ പറയാൻ? പുറത്തിറങ്ങണം, പുറത്തിറക്കണവർക്കറിയാം പറഞ്ഞ സംഭവം അല്ലെ. റോഹനൊക്കെ എങ്ങനെയാ, ആളെങ്ങനെയാ ബിഹേവിയർ? അല്ല, ഇവരെല്ലാരും നല്ല ഫ്രണ്ട്സ് ആയി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും അങ്ങോട്ട് എനിക്കൊന്നും അവരെ അറിയില്ലായിരുന്നു. നമ്മൾ സെറ്റ് വന്നു അവിടുത്തെ ക്യാമ്പിലും അത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. അങ്ങനെ അങ്ങനെ നല്ല കമ്പനി ആയി. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ അവരെല്ലാവരും. അല്ല, തിരിച്ചു ഒരു ക്യാമ്പ് നോട്ട് പശ്ചാത്തലത്തിൽ വരുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം NSS. അല്ല, സ്വാഭാവികം നമുക്ക് ക്യാമ്പ് കൂടുതൽ NSS ആവും. അല്ലാതെ വരുന്നൊരു സംഭവം എന്തായിരിക്കും? ഒരു ക്യാമ്പ് പശ്ചാത്തലമുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? ഇത് കണ്ടിട്ട് ട്രെയിലർ കണ്ടായിരുന്നോ? ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങൾ തന്നെയാണ്, ക്രൈമാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ക്യാമ്പിൽ ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും, പല രീതിയിലുള്ള അനുഭവം. അതുകൊണ്ട് ചോദിച്ചാൽ എന്തായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറയൂ. കൊലപാതകം കാണുന്ന നമ്മൾ ഓൾറെഡി ട്രെയിലർ റിവീൽ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴി മരിക്കോന്ന് നമുക്ക് കണ്ടറിയാം. ഇതില് വരുന്ന ഇല്ലിക്കൽ എന്നുള്ളൊരു സ്ട്രൈക്കിംഗ് പേരുണ്ട്. അപ്പം എന്താണ് ഇല്ലിക്കൽ? ആക്ച്വലി ഇല്ലിക്കൽ കേസാണ്. അത് ഇല്ലിക്കൽ നടക്കുന്ന റിസോർട്ടിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കഥ കേസ് സംബന്ധമായ ഇല്ലിക്കൽ കേസ് എന്നുള്ള രീതിയിലേക്കാണ് അതിന്റെ അന്വേഷണം നടക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അനുമേനോൻ വരുന്നത്, പോലീസ് ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ഈ ക്യാമ്പിൽ ചുറ്റുപറ്റി വന്ന് പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാം നിങ്ങൾ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നവരാണ്. അതല്ലാതെ കുറെ കഥാപാത്രങ്ങൾ, കുറെ പ്രതീക്ഷിക്കാത്ത കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചുറ്റുപറ്റെടുക്കുന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എടാ എന്തെങ്കിലുമൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആങ്കറാ സിനിമ നടനാവാൻ വേണ്ടിട്ടാണോ ഇല്ല അങ്ങനെ ആ റൂട്ട് പിടിച്ച? ഒട്ടുമല്ല, ഒരിക്കലുമല്ല. നല്ല ചോദ്യം, സിനിമയോടാണ്. ആ ചോദ്യത്തിന് നന്ദിയുണ്ട്. കാരണം നമുക്കറിയാവുന്ന ആങ്കേഴ്സ് നമുക്കൊക്കെ ഒരു സിനിമ സ്വപ്നം കണ്ടിട്ട് ആങ്കറായിട്ട് അതൊരു പാത്വേ ആയിട്ട് കണ്ടുവന്നവരാണ്, നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമയ്ക്ക് വരുമ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സിനിമ നമ്മൾ സ്വപ്നമുണ്ട്, ആഗ്രഹമുണ്ട്. കാണാൻ ബോളിവുഡിൽ ഒരു അക്ടറുടെ പറഞ്ഞ ആളുടെ റോഹൻ മാത്രമല്ല. അപ്പോ അങ്ങനെ ശരിക്കും സിനിമ എന്നുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അതൊരു സ്വപ്നമുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആങ്കറായിട്ട് വന്നത് ഞാൻ കോളേജ് ടൈമിൽ തൊട്ടിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഷോസ് ചെയ്തിരുന്നു. ഇന്റർവ്യൂർ ആയിട്ടാണ് കുറച്ച് നാളായിട്ടാവും, ഒരു 5-6 വർഷമായിട്ടും കാണുന്നുണ്ട് വേണ്ടി. അതിന് മുമ്പ് ഷോസ് ചെയ്തിരുന്നു. ഇപ്പൊ എനിക്ക് ചാനലായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ആദ്യം കോണ്ടന്റ് റൈറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ഷോസ്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ചാനൽസിലോട്ട് ഇന്റർവ്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനൊക്കെ സ്റ്റേജസ് ആണ് കൂടുതൽ ചേരുന്നത്. അപ്പോൾ MC ആയിട്ടാണ് ഷോസ് ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യം മുതലേ എനിക്ക് ഞാൻ ഒന്ന് പഠിക്കുന്ന സമയത്തെ എന്റെ ആദ്യത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ആങ്കറായിട്ട് നിൽക്കുമ്പോഴാണ് എന്റെ ആങ്കറിംഗ് ആയിരുന്നു, അവതാരകനായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും എന്റെ അത് തന്നെയാണ്. അപ്പോൾ ഇനി സിനിമ സംഭവിക്കുമ്പോഴും അത് സിനിമയിലേക്കുള്ള വഴിയാണെങ്കിൽ സിനിമ സംഭവിക്കുമ്പോൾ നിൽക്കണം.
അപ്പൊ ഞാൻ ഇതിനും മുഴുനീള വേഷമായിട്ട് ഇതാണ് ചെയ്തെങ്കിലും അതിന് മുമ്പ് ചെറിയ വേഷങ്ങൾ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതൊരു സൈഡായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ആയിട്ട് വന്നതല്ല. അപ്പൊ അത് ഈ സിനിമയോളം തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സിനിമയോളം തന്നെ തരുന്ന ലഹരിയും കിക്കും ഒക്കെ സംഭവം അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദ്യം ഭയങ്കര അനിവാര്യമാണ്. ഇല്ല ഉണ്ടാവും. ഇത് എഴുതി സ്റ്റേജ് തരുന്ന ഇതാണ്. ഇത് എഴുതി വെച്ചോ. അങ്ങനെയെങ്കിലും പടങ്ങളൊക്കെ ഇട്ട് വരട്ടെ. സ്റ്റേജ് ഫ്ലോയിഡ് നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. സ്റ്റേജിൽ വരുന്നൊരു കിക്കും ലഹരിയും കുറച്ചൊരു അടിപൊളിയാണ്. സ്റ്റിൽ അത് കിട്ടിക്കൊണ്ടേയിരിക്കും സിനിമയിൽ. തനിനിറം എന്ന് പറയുന്ന സിനിമയിൽ അതറിയാനാണ് നമ്മൾ 13-ാം തീയതി മുതൽ തിയേറ്ററിൽ വരേണ്ടത്. അതെ, ഫെബ്രുവരി 13 മുതൽ ആ തനിനിറം എന്താണെന്നുള്ള അറിയാനാണ് ശരിക്കും കഥ പോകുന്നത്. മോഹന് ശരിക്കും ഭ്രാന്താണല്ലേ? ആണ്. സിനിമ റിയലായിട്ടാണോ സിനിമയിലാണോ ചോദിച്ചത്? അല്ല, സിനിമ എന്ന് പറഞ്ഞൊരു ഭ്രാന്തുണ്ടല്ലോ, ആ ഭ്രാന്തുണ്ട് നല്ല പോലെ. അതുകൊണ്ട് പക്ഷെ ഭ്രാന്തിന്റെ ചോദ്യം കേട്ടിട്ട് ജീവിതത്തിലും ഭ്രാന്ത് കുറച്ചൊക്കെ നോർമൽ ആവണ്ട നമ്മള് അല്ലെ. നോർമൽ ആയി കഴിഞ്ഞാൽ നമ്മള് എവിടെ ഇതായിരിക്കില്ല. ഇല്ല, അതൊരു വൈബിന് വേണ്ടിട്ട് അത് ഫ്രെയിം നല്ലതായിരിക്കും. യെസ്, അതൊക്കെയാണ് തനിനിറം. അതെ, അങ്ങനെയൊക്കെയാണ്. ഡേറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ തിയേറ്ററിൽ ഇറക്കുന്ന ഡേറ്റ്? ഫെബ്രുവരി 13-നാണ്. 14-ന് എല്ലാവരും വാലന്റൈൻസ് ഡേ ആയിട്ട് തിയേറ്ററിൽ വരുമ്പോ അതില് അതെ കൊലപാതകം കണ്ടിട്ട് എല്ലാവരും പ്രണയം അല്ലെ. നവംബർ 14 തിയേറ്ററിൽ ഫെബ്രുവരി 14, നവംബർ 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് തിയേറ്ററിൽ വരും. നീയൊക്കെ ഇത്ര പോയിരുന്നു അതിനല്ല, സിനിമ കാണാൻ. ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല. ഈ തിയേറ്ററിൽ പണ്ട് പോയിന്റാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്നത്. പിടിച്ചു കെട്ടിച്ച കഥ പറയണോ? പിടിച്ചു കെട്ടിച്ച കഥ പറയോ? പിടിച്ചു കെട്ടിച്ചതൊന്നുമല്ല, ഞങ്ങള് 10 വർഷത്തെ പ്രണയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ചേട്ടന് ഇപ്പൊ എത്ര വയസ്സ്? വലിയ പ്രായം തോന്നൂല. അതാ 27. 10 വർഷം പറയുമ്പോ 17. 2015-ലാണ് ഞങ്ങൾ ഇഷ്ടമാവുന്നത്. 3-ാം ക്ലാസ് കഥ കേട്ടിട്ട് അല്ല, ഞങ്ങള് ഓൾറെഡി 2015 ഇഷ്ടത്തിലായി. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ നവംബറിലായിരുന്നു കല്യാണം. പിന്നെ എനിക്ക് ഈ പടം കൊണ്ട് ഒരു എന്താ കുറച്ച് നല്ല സൗഹൃദങ്ങൾ കിട്ടി. എന്ന് വെച്ചാൽ എന്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് നല്ല ഒരു ആ ഒരു വിഷ്വൽ എനിക്ക് നല്ല രീതിയിൽ തന്ന ഇവര് രണ്ടുപേരും. ഇവർ 3 പേരുണ്ടെങ്കിൽ ഇവർ 2 പേരാണ് എന്റെ ലൈഫിന്റെ ചടാറ് പിടിച്ചത്. ഫ്രണ്ടിൽ ഇവർ 2 പേരാണ്. അതെനിക്ക് ഭയങ്കര ഒരു സൗഹൃദം കൂടിയിട്ട് നേട്ടം. കല്യാണത്തിന് ബാക്കറ്റി പിടിച്ചു പോയിട്ട് അങ്ങനെയല്ല. അത് അത് കാര്യം ആ ഒരു സമയത്ത് നമ്മൾ കാണുമ്പോൾ എന്റെ വൈഫിനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോയി. ഓ, അതാണ് റോഹന ഫ്രണ്ടില് മറ്റേ പന്തലിന്റെ കാല് പിടിച്ചിട്ടുണ്ടല്ലേ? അതാണ് എല്ലാവരും വിചാരിച്ചു സ്റ്റേജിൽ വരുന്ന കരഞ്ഞത് കല്യാണത്തിന് മൊമെന്റ് കൊണ്ടാണ്. ആ കണ്ട സന്തോഷത്തില് ഇവർ 2 പേരും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ അറിയില്ല ഇവൻ ഞാൻ കല്യാണം താലിയിട്ടതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇവരെല്ലാരും എത്തി. അകത്ത് വന്ന ഒരു റൂമിലൊക്കെ വന്ന് എടാ എല്ലാം സെറ്റല്ലേ, പിന്നെ ആരാ നോക്കുന്നത്? ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലേക്ക് ആടാ വർഷയുടെ ചടാറ് പിടിക്കുമ്പോൾ ഞങ്ങൾ 2 പേരാണ്. നിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പിടിക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജ് ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സെറ്റ് തന്നൊരു ഫീല്, ഈ കഥ പോണതും ഈ ക്യാമ്പസ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന സംഭവത്തെ ഭയങ്കര റിലേറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഈ സിനിമ കഴിഞ്ഞിട്ട് സിനിമയുടെ വിഷയം അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിന് അപ്പുറത്തേക്കായിട്ട് സിനിമ നടക്കുന്ന കുറെ എക്സ്പീരിയൻസ് സംഭവം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ തുടങ്ങി വെക്കുന്നവരാണ്. ചെറിയ വേഷം കൂടെ വന്നു ഒരു സിനിമയെ സംബന്ധിച്ച് മുഴുവനുള്ള വേഷത്തിൽ വരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊപ്പം തന്നെ ഇത്രയും സിനിമകളിലൂടെ റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും നടനായിട്ടും ഒക്കെ ഇത്രയും സിനിമകൾ കണ്ട് നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട ആരാധിച്ച അനുപേന്റെ ഒപ്പം. അപ്പൊ അനുപേന്റെ ഒപ്പം ഇത്രയും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആളെ ആക്ടറായിട്ട് നിൽക്കുന്നതിനൊപ്പം തന്നെ ഒരേ സമയം സംവിധായകനായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്, റൈറ്ററായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പൊ കിട്ടുന്നത് എല്ലാവർക്കും ഒരു വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ അതൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കുറിച്ചെടുക്കാൻ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ബോണസ് സിനിമ കഴിഞ്ഞ് വരുന്നത്. അപ്പൊ രതീഷേട്ടനാണെങ്കിലും അപ്പൊ 3-ാമത്തെ സിനിമയാണ് രതീഷേട്ടൻ. പക്ഷെ രതീഷേട്ടൻ ഒരു വാക്കുകൊണ്ട് പോലെ അല്ലെങ്കിൽ ഒരു റീടേക്ക് എടുക്കുന്ന കാര്യങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവർ തുടക്കക്കാരാണ്, അത് മറ്റൊരു തരത്തിൽ ബാധിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ഒരു സിനിമയുടെ സെറ്റിൽ പോലും നമ്മൾ സംസാരിക്കുന്നത്. റൈറ്ററാണ് കണ്ണേടണം,
സ്വാഭാവികമായിട്ട് പല സിനിമകളിൽ വരുമ്പോൾ റൈറ്റർ ഇടപെടുന്ന ഒരു ടെലിവിഷൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. പ്രൊഡക്ഷൻസ് ആണ്, മോഹൻ സാറാണെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ കിട്ടുന്ന കുറെ ബോൺസ് പറയുന്നത് ഇവരൊക്കെ ഇത്ര സിനിമയ്ക്കുള്ള എക്സ്പീരിയൻസ്, ഇവർ തുടക്കുകാരാണ്, ഇവർ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യട്ടെ, കുറച്ചൊന്ന് അനുഭവിക്കട്ടെ, ആ ഒരു രീതിയിലല്ല എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിനിമയുടെ വിജയത്തിന് കിട്ടിയ വിജയങ്ങളാണ്. അപ്പോൾ പ്ലസ് ആണ്. അതെ, സിനിമയിൽ ഒരു പാട്ട് വെച്ചിട്ടേ ഡാൻസ് കളിച്ചിട്ട് ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാം. ഇവരെല്ലാരും കൂടി ഒരു പാട്ട് എന്നാലും മതി. ഒരുമിച്ച് ഷണായി തുടങ്ങും. കല്യാണത്തിന് പഠിച്ചു തുടങ്ങി. നമ്മുടെ മറ്റേ സാധനം ഷൂട്ടിന്റെ ഇടയിൽ കോളേജിലുണ്ടായിരുന്നു. അത് നല്ലൊരു അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ കോളേജില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഡാൻസേഴ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിന്റെ അകത്ത് കയറി പാട്ട് പാടിന്റെ ആരംഭിക്കുക. അതിന് ഞങ്ങൾ വേറെ കുറെ പേര് കേട്ടു, എന്നാലും നമ്മളത് കാര്യമാക്കില്ല. ഓക്കെ, കഥകളി മേളം കണ്ടുമടങ്ങി വരുമ്പോൾ കീചക വേഷം കെട്ടി രമിച്ചു തുടങ്ങിയത് ഉച്ച കഴിഞ്ഞത് അയ്യേ മച്ചമ്പിയേ നടറിങ്ങേ മച്ചമ്പിയേ ഓ അയ്യേ മച്ചമ്പിയേ നടറിങ്ങേ മച്ചമ്പിയേ ഹേതാങ്കണക്ക 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 ദില്ലം ദില്ലം ദാങ്കണക്ക ചെണ്ടമൃതങ്ക മേലേക്ക വിരുപൂരക്ക വിടുദേവി കൂടി മണ്ടിപ്പുഴയിൽ മേളം കാവടി വേളം കാവടി വേളം. അപ്പോ ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. അതെ, അപ്പോ ഈ വാലന്റൈൻസ് ഡേ നമ്മളെ തൂക്കൂല്ലേ? നമ്മൾ